നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ ഈ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരൂപ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെ നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ മാത്സിൽ ചോദിച്ച 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ചോദിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ള 1-2 ചോദ്യങ്ങളിലൂടെയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കുമായിട്ടൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൂടെ കയറി വന്നിട്ടുണ്ട് ഈ പറയുന്ന 10 ചോദ്യത്തിനുള്ളിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു 10 ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി വേറെ ഇൻട്രോ ഒന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ശരി, ഒന്നാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു? ചോദ്യം നോക്കാം. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത് എന്നാണ്. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏതെന്നാണ്. പൈതഗോറിയൻ ത്രയങ്ങൾ. ശരി, അപ്പോ ഈ പറയുന്ന ഒരു വാക്കല്ലേ പൈതഗോറിയൻ ത്രയം, നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്നാണ് പറയുന്നത്. പൈതഗോറിയൻ ട്രിപ്ലറ്റ്. പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയും. പൈതഗോറിയൻ ട്രിപ്ലറ്റ്. അതിന്റെ മലയാളം വാക്കാണ് പൈതഗോറിയൻ ത്രയങ്ങൾ. ശരി, എന്താണ് ഈ പൈതഗോറിയൻ ത്രയങ്ങൾ അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്നൊക്കെ പറയുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പൊ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ ഈ ഓപ്ഷനിൽ തന്നെ നിങ്ങൾ നോക്കി നോക്ക്, ഓരോ ഓപ്ഷനകത്തും 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള സെറ്റിനകത്ത് ഈ 3 നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതില് ചെറിയ സംഖ്യകളുടെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടുമ്പോൾ, ഒന്നും കൂടെ തന്നിട്ടുള്ള 3 നമ്പേഴ്സിൽ ചെറിയ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക എന്ന് പറയുന്നത് വലുതിന്റെ സ്ക്വയറിന് തുല്യമായാൽ ആ 3 നമ്പേഴ്സ് എന്തായിരിക്കും? പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയങ്ങളായിരിക്കും. അപ്പൊ ഒന്നും കൂടെ, തന്നിട്ടുള്ളതിൽ ചെറിയ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കണം. തന്നിട്ടുള്ളതിൽ ചെറിയ 2 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കണം. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആ കൂട്ടത്തിലെ വലിയ നമ്പറിന്റെ തുല്യമൊന്നുമല്ല, വലിയ നമ്പറിന്റെ സ്ക്വയറിന് തുല്യമായിട്ട് വന്നാൽ ആ 3 നമ്പേഴ്സ് എന്തായിരിക്കും? പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ഓപ്ഷൻ എ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ള ഏതൊക്കെയാ? 3, 4, 5 അല്ലേ? ആ കൂട്ടത്തിൽ ചെറിയ 2 നമ്പേഴ്സ് ഏതൊക്കെയാ? 3, 4. ചെറിയ 2 നമ്പേഴ്സിന്റെയും സ്ക്വയർ എടുത്തിട്ട് കൂട്ടണമെന്നാണ്. 3ന്റെ സ്ക്വയറായ 9ഉം അടുത്ത ചെറിയ നമ്പറായ 4ന്റെ സ്ക്വയറായ 16ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. 25 എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലെ വലിയ നമ്പറായ 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഒന്നുകൂടെ, ചെറിയ 2 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? വലുതിന്റെ സ്ക്വയർ കിട്ടുമോ? ആ 3 നമ്പേഴ്സ് എന്തായിരിക്കും? പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ എന്നല്ലേ. അപ്പൊ എന്തായാലും എന്തല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ഇനി ബി ഒന്ന് പരിശോധിച്ച് നോക്കാം. ബിയിൽ ഏതൊക്കെയാ തന്നിട്ടുള്ളത്? 6ഉം 8ഉം 10ഉം ആണ്. 6ഉം 8ഉം 10ഉം. ശരി, ചെറിയ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 6ഉം 8ഉം അല്ലേ? ശരി, അപ്പൊ ചെറിയ 2 നമ്പേഴ്സിന്റെ സ്ക്വയറായ 6ന്റെ സ്ക്വയറായ 36ഉം 8ന്റെ സ്ക്വയറായ 64ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10ന്റെ സ്ക്വയറായ വലിയ നമ്പറായ 10ന്റെ സ്ക്വയറായ 100 കിട്ടുന്നുണ്ട്. അപ്പോ ഈ ബി ഓപ്ഷനിലുള്ള 3 നമ്പേഴ്സും എന്താണ്? പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ് അല്ലേ? അവിടെ ചെറിയ 2 നമ്പേഴ്സായ 6ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടുമ്പോൾ വലിയ നമ്പറായ 10ന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടല്ലേ? ഇവിടെ ഉറപ്പിച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് പറയാം, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതൊരു പൈതഗോറിയൻ ത്രയമാണ്. ഓക്കെയാണ്. നമുക്ക് ത്രയങ്ങളിൽ പെടാത്തവയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ സി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓപ്ഷൻ സി എടുക്കുകയാണെങ്കിൽ ചെറിയ 2 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടി നോക്കാം. ചെറിയ 2 നമ്പേഴ്സ് ഏതൊക്കെയാ? 1ഉം 2ഉം ആണല്ലേ? 1ന്റെ സ്ക്വയറായ 1ഉം 2ന്റെ സ്ക്വയറായ 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയേ കിട്ടണുള്ളൂ? 5 കിട്ടണുള്ളൂ. നമുക്ക് എന്താ ആവശ്യം? വലുതിന്റെ സ്ക്വയർ ആണ് ആവശ്യം. 5ന്റെ സ്ക്വയറായ 25 കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? ആ 3 നമ്പേഴ്സും പൈതഗോറിയൻ ത്രയമാണെന്ന് പറയാമായിരുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ, സി ഓപ്ഷൻ, നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ചെറിയ നമ്പേഴ്സ് ആയ 1ന്റെ സ്ക്വയറും
2ന്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ കിട്ടണത് എത്രയാണ്? 5ആണ്. വലിയ നമ്പർ കിട്ടിയാൽ പോരാ, വലുതിന്റെ എന്ത് കിട്ടണം? സ്ക്വയർ കിട്ടിയാലേ എന്താവുള്ളൂ? പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് പറയാം പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണോ? ഇനി വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് പരിശോധിച്ചേക്കാം. ഓപ്ഷൻ ഡിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ചെറിയ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ? 12ഉം 16ഉം. 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144, 16ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 എന്നാണ്, 256. ഈ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 400 എന്നാണ്. ഈ 400 എന്ന് പറഞ്ഞാൽ വലിയ നമ്പറായ 20ന്റെ സ്ക്വയർ ആണ്. അപ്പോ ഓപ്ഷൻ ഡിയും എന്താണ്? പൈതഗോറിയൻ ത്രയങ്ങളാണ്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം 5ഉം ആണ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ചെറിയ രണ്ട് തന്നിട്ടുള്ളതിൽ ചെറിയ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? വലിയ നമ്പർ അല്ല കിട്ടേണ്ടത്, വലിയ നമ്പറിന്റെ സ്ക്വയർ കിട്ടണം. എങ്കിൽ ആ 3 നമ്പേഴ്സ് എന്തായി? പൈതഗോറിയൻ ത്രയങ്ങളായി അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ സാധനം വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചെറുതിന്റെ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടുമ്പോൾ വലുതിന്റെ സ്ക്വയർ കിട്ടണമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, കേട്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, ഈ 4 ഓപ്ഷനും തന്നിട്ട് നമുക്ക് ആ ചോദ്യം ഒന്നങ്ങ് മാറ്റി പറയാം. ഇങ്ങനെയാണ് ചോദ്യം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. താഴെ പറയുന്നവയിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ചോദ്യമെങ്കിൽ. ഒന്നും കൂടെ, താഴെ പറയുന്നവയിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യത ഇല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ സി. മട്ടത്രികോണത്തിന്റെ വശങ്ങളാകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? വലുതിന്റെ വശം കിട്ടിയാൽ അതെന്തായി? ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളായി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള 3 അളവുകളെ ചേർത്ത് പറയുന്നതാണ് എന്ത്? പൈതഗോറിയൻ ട്രിപ്ലറ്റ്. കുറച്ചുകൂടെ നമ്മളൊന്ന് റിഫൈൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പറയാം പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റുന്ന 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന 3 നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്? പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയാം. ഓക്കെ, വേറെ കടുത്ത ചിന്തയൊന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ചെറുതിന്റെ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോൾ വലുതിന്റെ സ്ക്വയർ കിട്ടുമോ? ആ 3 നമ്പേഴ്സ് എന്തായിരിക്കും? പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിരിക്കും. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. യെസ്, നല്ലൊരു ചോദ്യമാണ്. പേടിക്കാനൊന്നുമില്ല, വലിയ ചിത്രമൊക്കെ വരച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ്. ഒന്നുകൂടെ, എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ്. ശരി, നമുക്ക് ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സമചതുരം ഉണ്ടല്ലേ? ഇങ്ങനൊരു സമചതുരം ഉണ്ട്, ഇങ്ങനൊരു സമചതുരം തന്നിട്ടുണ്ട്. അതിന്റെ ഓരോ വശങ്ങൾ എത്രാന്ന് തന്നിട്ടുണ്ട്? 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സമചതുരം തന്നിട്ടുണ്ട്, സ്ക്വയർ തന്നിട്ടുണ്ട്. അതിന്റെ ഓരോ വശങ്ങൾ എന്താണെന്ന് അറിയാം, 2 സെന്റിമീറ്റർ എന്നറിയാം. ഒന്ന് നന്നായിട്ടും ശ്രദ്ധിച്ചു നോക്ക്. എ ബി സി ഡി എന്ന് പറയുന്ന സമചതുരം, എ ബി സി ഡി എന്ന് പറഞ്ഞ സമചതുരം ഏതാ? എ ബി സി ആണേ, ഇത് തന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞ സമചതുരം. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ആ എ ബി സി ഡി എന്ന് പറയുന്ന സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഞാൻ ആ നീലയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്ക്വയറിന്റെ എന്താണ്? വികർണമല്ലേ, ഡയഗണൽ അല്ലേ? അപ്പൊ ഒന്നുകൂടെ ആ ചിത്രത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ. എ ബി സി ഡി എന്ന് പറയണ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ആ നീലയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ചെറിയ സ്ക്വയറിനെ സംബന്ധിച്ച് അതെന്താണ്? വികർണമാണ്, ഡയഗണൽ ആണ്. അല്ലേടാ, അല്ലേ? ആദ്യത്തെ സ്ക്വയറിന്റെ ഡയഗണൽ അല്ലേ, വികർണം അല്ലേ ഇത്? അല്ലേ? അപ്പൊ എ ബി സി ഡിയുടെ ഒരു വശം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ക്വയറിന്റെ ഡയഗണൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമചതുരത്തിന്റെ വികർണം കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരമായി. ഉറപ്പിച്ച് പഠിച്ചോളണം, ഒരു സ്ക്വയറിന്റെ വികർണം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പഠിക്കണേ, a√2 എന്നാണ്. അപ്പൊ ഉറപ്പിച്ച് പഠിച്ചോളണം,
ഒരു സമചതുരത്തിനെ സംബന്ധിച്ച് വികരണത്തിന്റെ നീളം എത്രയാണടാ എന്ന് പറഞ്ഞു ചോദിച്ചാൽ a√2 എന്നാണ്. a√2 എന്നാണ്. ഉറപ്പിച്ച് പഠിച്ചേ. അപ്പോൾ ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എങ്ങനെ പറയും? a√2. അപ്പൊ ആദ്യത്തെ സമചതുരത്തിന്റെ ഓരോ വശം 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഒറ്റ എറിക്ക് നമുക്ക് എറിഞ്ഞിടാൻ പറ്റും. ആൻസർ എന്താണ്? 2√2 ആയിരിക്കും. 2√2. അതായത് ഈ പറയുന്ന വികരണം തന്നെയല്ലേ, ഈ വികരണം തന്നെയല്ലേ രണ്ടാമത്തവന്റെ വശം എന്ന് പറഞ്ഞാൽ. അപ്പം വികരണം എന്ന് പറഞ്ഞാൽ 2√2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 2√2 സെന്റിമീറ്റർ എന്ന് പറയാം. 2√2 സെന്റിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? a√2 എന്നാണ്. a√2 എന്നാണ്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ശരി, നല്ലൊരു ചോദ്യമാണ്. ഒന്നിനും നൂറിനും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണമുണ്ടെന്നാണ്. 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണമുണ്ടെന്നാണ്. 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ്. ശരി, സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകാം. ഈ 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 7, 14 എന്ന് പറഞ്ഞു പോകുന്നതല്ലേ? ശരി, പറഞ്ഞു നോക്കാം. 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 7, 14, 21, 28 എറ്റ്സെട്ര നമുക്ക് ഏതുവരെ പറയാൻ പാടുള്ളൂ? 1നും 100നും ഇടയിൽ എന്നല്ലേ? നമ്മൾ അവസാനം പറഞ്ഞു പോകുമ്പോൾ 91 എന്ന് പറയണത് 7ന്റെ ഗുണിതമാണ്. 97ന്റെ കൂടെ വീണ്ടും 7 കൂട്ടുമ്പോൾ നമുക്ക് 98 അവസാനത്തെ 7ന്റെ ഗുണിതം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. 1നും 100നും ഇടയിലുള്ള 7ന്റെ ഗുണിതങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 7, 14, 21 ഡാഷ് 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 പറഞ്ഞ് ഏതുവരെ പോകും? 98 വരെയുള്ള നമ്പേഴ്സിനെയാണ് 1നും 100നും ഇടയിലുള്ള 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്, സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതെന്താണ്? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്നല്ലേ? പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അവസാന പദത്തിൽ നിന്ന്, ലാസ്റ്റ് ടേമിൽ നിന്ന്, അവസാന പദത്തിൽ നിന്ന് എന്ത് കുറയ്ക്കും? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കും, ഫസ്റ്റ് ടേം കുറയ്ക്കും. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കും, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് 1 അങ്ങ് കൂട്ടി പറയും, +1 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കും, ലാസ്റ്റ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കും, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് മറന്നു പോരുത്, ഒരു 1 കൂടെ അങ്ങ് കൂട്ടി പറയും. ശരി, ചേർത്ത് പറയുമ്പോൾ ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ 98 എന്നാണ്. 98 നിന്ന് ആദ്യ പദമായ 7 കുറയ്ക്കുന്നു, അതിനെ പൊതുവ്യത്യാസമായ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് 1 കൂട്ടി പറയുന്നു. പറഞ്ഞു വരാം. 98 നിന്ന് 7 കുറയ്ക്കുമ്പോൾ 91 എന്നാണ്. 91/7 +1 എന്നാണ്. 7ൽ 7 ഒരു പ്രാവശ്യം, 9ൽ 7 ഒരു പ്രാവശ്യം, ബാക്കി 21ൽ 7 3 പ്രാവശ്യം, 13ഉം 1ഉം കൂടെ ചേർത്ത് പറയാം. ആകെ മൊത്തം ടോട്ടൽ എത്ര 7ന്റെ ഗുണിതങ്ങളുണ്ട്? 1നും 100നും ഇടയിൽ 14 എണ്ണം ഉണ്ട്. 14 എണ്ണം ഉണ്ട്. അപ്പൊ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ ടോട്ടൽ 14 എണ്ണം ഉണ്ട്. മറന്നു പോരുതേ. അപ്പോൾ 1നും 100നും ഇടയിലുള്ള 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 7, 14, 21 പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏത് വരെ പോവും? 98 വരെ പോവും. അതൊരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മറന്നു പോരുതേ. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കും, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് 1 കൂട്ടാൻ മറന്നു പോരുത്. ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 എന്നാണ്. ഇട്ട് കൊടുക്കുമ്പം കിട്ടും നമ്മുടെ ആൻസർ 14 എന്ന് പറയാം. 14 എന്ന് പറയാം. ഓക്കെയാണ്. അടുത്ത ചോദ്യം. യെസ്, നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഒരു ചിത്രമൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് AB എന്നുള്ള CD എന്നുള്ള 2 വരകൾ സമാന്തരങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാന്തര വരകൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പാരലൽ ലൈൻസ് എന്ന് പറയും. അപ്പൊ ഒന്നും കൂടെ, AB യും CD എന്ന് പറയുന്ന
രണ്ട് വരകളുണ്ട്. ഇവന്മാർ രണ്ടും എന്താണ്? പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകളാണ്. എങ്കിൽ ഈ കൂട്ടത്തിൽ ഇവിടെ 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 എക്സിന്റെ വില എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അവിടെ നീല കൊണ്ട് മാർക്ക് ചെയ്തു. എക്സിന്റെ വില എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ശരി. അപ്പോൾ നമ്മുടെ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാരലൽ ലൈൻസ് ഒക്കെ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ നമുക്ക് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിലാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ പറഞ്ഞ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട സമാന്തര വരകളുമായിട്ട് ബന്ധപ്പെട്ട കോണുകളെ പറ്റിയൊക്കെ നമ്മൾ പറയും. ശരി. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു 1-2 ചിത്രങ്ങൾ കൂടെ കാണിക്കും. അത് ഞാൻ നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്ന അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണേ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിലുള്ള 1-2 കോണുകളുടെ പേരുകളും അതെന്താ സംഭവം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ആണേ? ശരി, അത് ഞാൻ കാണിച്ചു തരാം. യെസ്, ഇത് ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് അതേപോലെ പകർത്തി വെച്ചിട്ടുള്ളതാണേ. ഇവിടെ നോക്കിയേ, ഇവിടെ 2 പാരലൈൻസ് ഉണ്ട്, 2 സമാന്തര രേഖകളുണ്ട്. അത് ഇങ്ങനെ ഒരെണ്ണമുണ്ട്, ഇങ്ങനെ ഒരെണ്ണമുണ്ട്. അതിനെ കട്ട് ചെയ്ത് വരയ്ക്കുന്ന വേറൊരു വരയുണ്ട് അല്ലേ? ആ കട്ട് ചെയ്ത് 2 സമാന്തര വരകളെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരയ്ക്കണ വരയെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കുറേ അധികം കോണുകൾ ഉണ്ടാകും. ദാ ഇവിടെ നോക്കിയേ, ദാ ഈ കോണും ഈ കോണും, ഈ 2 കോണുകളെ നമ്മൾ പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സമാന കോണുകൾ. അപ്പൊ ഒന്നും കൂടെ, അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ കോണും എന്താണ്? സമാന കോണുകളാണ്. ഇനി ഇപ്പുറത്തെ ചിത്രം വരുമ്പോൾ അതേ ചിത്രം തന്നെയാണ്. ദാ ഈ കോണും സമാന കോണുകളാണ്. ദാ ഇവിടെയും ഒരേപോലെ പറഞ്ഞത്, ഇവിടെയും പറഞ്ഞത് സമാന കോണുകളാണ്. ദാ ഇവിടെയും വരുന്നത് എന്താണ്? സമാന കോണുകളാണ്. എപ്പോഴും സമാന കോണുകൾ തുല്യമായിരിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്നൊക്കെ പറയും, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ചിത്രത്തിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിക്കോളണേ. അപ്പോൾ സമാന കോണുകൾ കണ്ടോ? ദാ ഇതും സമാന കോണുകളാണ്. ദാ ഇവിടെ ഇതും സമാന കോണുകളാണ്. ഇവിടെ വരുമ്പോൾ ദാ ഇതും സമാന കോണുകളാണ്. ഇവിടെ വരുമ്പോൾ ദാ ഇതും എന്താണ്? സമാന കോണുകളാണ്. അപ്പോൾ സമാന കോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. സമാന കോണുകൾ എപ്പോഴും തുല്യമായിരിക്കും. ഇനി ഒരു ടൈപ്പ് കോണുകൾ പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കണേ. ഈ കോണും നേരെ പുറത്തെ വശത്തിലെ ഈ കോൺ, ഒന്നും കൂടെ നന്നായിട്ട് നോക്കണേ. ഈ കോണും തുല്യമായിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മറുകോൺ എന്നാണ് പറയുന്നത്. മറുകോൺ. അപ്പൊ പഠിച്ചു വെച്ചോളണം, മറുകോണുകളും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഒന്നും കൂടെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോൺ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഈ പറയുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകളും എപ്പോഴും തുല്യമായിരിക്കും. അപ്പൊ ഇനി വേറെ മറുകോണുകൾ ഉണ്ടോ നോക്കാം. ഇവനും അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്ത് ഈ കോണും, ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവനും തുല്യമാണ്. അത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. വീണ്ടും ഇവനും ഈ കോണും എന്താണ്? തുല്യമാണ്. കാരണം എന്താണ്? അത് രണ്ടും മറുകോണുകളാണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. ക്ലിയർ ആണ്? അപ്പൊ ഏതൊക്കെ തുല്യമായിട്ടൊക്കെ വരും എന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. അഥവാ മനസ്സിലായെങ്കിൽ ഇത്രയും പോർഷൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണണം. ഏതൊക്കെ കോണുകളൊക്കെയാണ് തുല്യമായിട്ട് വരുന്നുള്ള കാര്യം. അതിന്റെ രണ്ടിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു. ആദ്യത്തെ എന്തായിരുന്നു? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാ പറഞ്ഞു. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോൺ എന്ന് പറയും. രണ്ടാമത് പറഞ്ഞത് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതിന്റെ പൊസിഷൻസ് ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളണേ. അല്ലെങ്കിൽ നമ്മൾ അതിനെ മറുകോണ് എന്ന് പറയും. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിലെ ചിത്രം ഇങ്ങനെയാണ്. സമാന വരകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എ ബിയും സി ഡിയും ആണ്. സമാന്തര വരകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എ ബിയും സി ഡിയും ആണേ. തന്നിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞു നോക്കി. ഈ കോൺ 70 ഡിഗ്രിയാണ്. ഇതിന് തുല്യമായ
ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതായിരിക്കും? അല്ലെങ്കിൽ വേണ്ട, ഇതിന് തുല്യമായ കറസ്പോണ്ടിങ് ആംഗിൾ ഏതായിരിക്കും? ഇതിന് തുല്യമായിട്ടുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ദാ ഇവിടെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ദാ ഈ കോൺ എന്തായിരിക്കും? ദാ ഈ കോൺ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇത് 70 ഡിഗ്രിയാണ്. ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസിന്റെ അല്ലെങ്കിൽ മറുകോണുകളുടെ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈ കോണും എന്താണ്? മറുകോണുകളാണ്. ഈ കോണും എന്താണ്? മറുകോണുകളാണ്. അപ്പോൾ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? ശരി, അത്രയും അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് മേളിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാ ഇതെന്താണ്? ഇതൊരു ട്രയാങ്കിൾ ആണല്ലേ? ഇതൊരു ത്രികോണം അല്ലേ? ത്രികോണം അല്ലേ? ഈ ത്രികോണത്തില് ദാ ഇവിടത്തെ കോൺ 30 ഡിഗ്രി എന്നും ഇവിടത്തെ കോൺ 70 ഡിഗ്രിയും, അതായത് രണ്ട് കോണുകൾ നമുക്കറിയാം. ആ പറയുന്ന ഞാൻ നീലയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ത്രികോണത്തിലെ രണ്ട് കോണുകൾ നമുക്കറിയാം. അത് എത്ര വീതമാണ്? 30ഉം 70ഉം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണ്ടേ? അതിൽ രണ്ടെണ്ണം കൂട്ടുമ്പോൾ 30ഉം 70ഉം കൂടെ ചേർത്ത് 30ഉം 70ഉം കൂടെ ചേർത്ത് നമുക്ക് എത്ര കിട്ടും? 100 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ബാക്കി ആ എക്സിന്റെ സ്ഥാനത്ത് ഇനി എത്ര കൂടെ വേണോടാ? ടോട്ടൽ എത്രയേ വരാൻ പാടുള്ളൂ? 180. അപ്പൊ 100ന്റെ കൂടെ ഇനി എത്ര കൂട്ടണം? 80 ഡിഗ്രി കൂടെ കൂട്ടിയാലേ എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് പറയാം എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രിയാണ്. അപ്പൊ ഒന്നും കൂടെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തിന്റെ കാര്യം? മറുകോണിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ മറുകോണുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇത് മറുകോണാണെങ്കിൽ ഇതും മറുകോൺ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ മറുകോൺ 70 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഒരു 30 ഡിഗ്രി ഉണ്ട്. 70ഉം 30ഉം കൂടെ കൂട്ടാൻ 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തവൻ 180ൽ നിന്ന് ആ 100 കുറയ്ക്കുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 80 ഡിഗ്രി കിട്ടും. ഓക്കെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ചെയ്യാമോ? അടുത്ത ചോദ്യം. അപ്പോൾ നമ്മുടെ കൃത്യംഗ നിയമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ലോസ് ഓഫ് എക്സ്പോണൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം 10⁵5 ഇൻറ്റു 10�6 ഹോൾ ഡിവൈഡഡ് ബൈ 10�7 ഇൻറ്റു 10�8 എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്നുള്ള റൂൾ ഞാൻ പറഞ്ഞുതരാം. a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? a⁻m പ്ലസ് n എന്നാണ്. അതേപോലെ a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a⁻m മൈനസ് n എന്നാണ്. ശരി, നമുക്ക് ചെയ്തു വരാം. ഇവിടെ ഈ ചോദ്യത്തിൽ അംശത്തിൽ മേളിൽ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ എന്താ കിടക്കണേ? 10⁵5 ഇൻറ്റു 10�6 അല്ലേ? a⁻m ഇൻറ്റു a⁻n എന്നുള്ള രൂപമാണ്. a⁻m പ്ലസ് n എന്നാണ്. രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പറയാം 10⁵5 5ഉം 6ഉം കൂടെ ചേർന്ന് 11 എന്ന് പറയാം. 10⁻11 ഡിവൈഡഡ് ബൈ താഴെ ഛേദത്തിൽ എന്താ കിടക്കണം? 10�7 ഇൻറ്റു 10�8 എന്നല്ലേ? ഛേദം ഏത് രൂപത്തിലാണ് കിടക്കണേ? നമ്മുടെ a⁻m ഇൻറ്റു a⁻n എന്നുള്ള രൂപമാണ്. a⁻m പ്ലസ് n എന്നാണ്. 10�7ഉം 8ഉം കൂടെ ചേർത്ത് നമുക്ക് പറയാം 10⁻15 എന്ന് പറയാം. ഇതിപ്പോ ഏത് രൂപയാടാ? 10⁻11 ഡിവൈഡഡ് ബൈ 10⁻15 എന്നല്ലേ? a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്നുള്ള രൂപമല്ലേ? ഉറപ്പിച്ച് പറയാം a⁻m മൈനസ് n എന്നാണ്. അതായത് നമ്മൾ പറയുമ്പോൾ a⁻11 മൈനസ് 15 11 മൈനസ് 15 ചെയ്യുമ്പോൾ കിട്ടും ഏഴല്ലോ 10 അല്ലേ? 10⁻11 മൈനസ് 15 ചെയ്യുമ്പോൾ നമുക്ക് പറയാം 10⁻−4 എന്ന് പറഞ്ഞിട്ടും 10⁻−4. ശരി, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. പക്ഷെ ഓപ്ഷനിൽ എന്തില്ല? 10⁻−4 ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റൂൾ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളണം. a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m എന്നാണ്. മറന്നു പോരുതേ. അപ്പോൾ a⁻m എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 1/a⁻m എന്നാണ്. അതനുസരിച്ച് നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റി പറയും 1/10⁴ എന്ന് പറയും. ഇതും ഓപ്ഷനിലില്ല. പക്ഷേ 10⁴ എന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് എത്ര പൂജ്യം അല്ലെ? 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്നല്ലേ 10⁴. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 1/10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ചെയ്യുമ്പോൾ കിട്ടും ഒന്നിട്ടിട്ട് 1 2 3 4 0 1/10,000 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 1/10,000 എന്ന് പറയാം. 1/10,000. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാമോ? ചോദ്യം
അപ്പൊ ഈ ചോദ്യത്തിനകത്ത് ചെറിയൊരു മാറ്റമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇതിനകത്ത് ഈ പറയണ 21 ഇട്ടിരിക്കുന്ന സ്ക്വയർ റൂട്ട് 21 മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അത് അങ്ങനെയല്ല, ഇങ്ങറ്റം വരെയുണ്ട്, ഇങ്ങറ്റം വരെയുണ്ട്, ഇങ്ങറ്റം വരെയുണ്ട്. ശരി, ചെയ്ത് പറഞ്ഞു വരാം. നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, കുറേ സ്ക്വയർ റൂട്ടൊക്കെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഉള്ളിലത്തെ സ്ക്വയർ റൂട്ടിൽ എന്ന് പറഞ്ഞു തുടങ്ങണം. ഏറ്റവും ഉള്ളിലത്തെ സ്ക്വയർ റൂട്ടിൽ നിന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഈ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പൊ അവിടെ കിട്ടുന്ന ഈ 4, അപ്പൊ റൂട്ട് 16ന്റെ ആൻസർ ആയ 4ഉം ഈ 21 കൂടെ ചേരുമ്പോൾ എന്താവും? റൂട്ട് 25 എന്നല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെ മാറും: 1 പ്ലസ് റൂട്ട് 4 പ്ലസ് ഈ 21ഉം സ്ക്വയർ റൂട്ട് ഓഫ് 16ഉം കൂടെ ചേർന്ന്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ 4ആണ്, 21 4ഉം കൂടെ ചേർന്ന് റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. വീണ്ടും ഇവിടത്തെ ഈ 4ഉം 5ഉം കൂടെ ചേർന്ന് അത് എന്തായിട്ട് മാറും? 9 ആയിട്ട് മാറും. നമുക്ക് പറയാം റൂട്ട് 1 പ്ലസ് റൂട്ട് ഓഫ് 9 എന്ന് എഴുതാം. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണല്ലേ? നമുക്ക് പറയാം റൂട്ട് 1 പ്ലസ് റൂട്ട് 9ന്റെ വാല്യൂ ആയ 3. വീണ്ടും റൂട്ട് 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 എന്ന് പറഞ്ഞിട്ടും റൂട്ട് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2 എന്ന് പറയും. അപ്പൊ നമ്മുടെ ആൻസർ പറയും ഓപ്ഷൻ ബി 2 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്നും കൂടെ നമ്മൾ ഏറ്റവും ഉള്ളിലെ റൂട്ടിൽ നിന്ന് നമ്മൾ ചെയ്തു വരും. ഏറ്റവും ഉള്ളിലത്തെ റൂട്ടിൽ നിന്ന് നമ്മൾ ചെയ്തു വരും. ചെയ്തു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. ആ 4ഉം 21ഉം കൂടെ ചേർത്ത് അതെന്തായിട്ട് മാറും? റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. അതായത് ഇത്രേന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. ആ 5ഉം 4ഉം കൂടെ ചേരുമ്പോൾ എന്തെന്ന് കിട്ടും? 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? 3 എന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടുന്ന 3ഉം ഈ 1ഉം കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടും റൂട്ട് 4 എന്ന് അവസാനം വന്ന് നിൽക്കും. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 2 എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 2 ആയിരിക്കും. 2 ആയിരിക്കും. ക്ലിയറാ? ശരി, നല്ലൊരു ചോദ്യമാണ്. 999 മൈനസ് 1 അല്ലെങ്കിൽ 999ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടണമെന്നാണ്. അപ്പോൾ 999 സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ എത്രയാണ്? പറഞ്ഞു വരാം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഏതോ ഒരു രൂപത്തിലാണ് കിടക്കണത്. ഏത് രൂപത്തിലാണ്? ദാ ഈ സാധനമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലല്ലേ കിടക്കണേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. അല്ലെങ്കിൽ ചിലർ പറയും എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയും. അപ്പൊ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏത് രൂപത്തിലാണ് കിടക്കണേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ? അതിനകത്ത് എ എന്ന് പറഞ്ഞാൽ 999, ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇട്ട് കൊടുത്ത് പിടി പറ. 999ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു, അതായത് 999 പ്ലസ് 1 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് 999 മൈനസ് 1 എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചെഴുതാൻ പറ്റും. അപ്പൊ ഒന്നും കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം ഇതാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. അതനുസരിച്ച് ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. എ എന്ന് പറഞ്ഞാൽ 999 പ്ലസ് 1 ഇൻറ്റു 999 മൈനസ് 1 എന്ന് എഴുതാം. ഇനി ഒന്ന് സൂക്ഷിച്ചു നോക്ക്. 999 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 അല്ലേ കൂട്ടുകാരെ? 1000 അല്ലേ? 1000 ഇൻറ്റു 999 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 998 എന്ന് പറഞ്ഞിട്ടും. 998നെ 1000 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 0 കൂടെ ഇട്ട് കൊടുത്താൽ പോരെ? ഒരു 3 0 കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 998ഉം 3 0 1 2 3. നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഏതാ? ഓപ്ഷൻ ബി 998 3 0. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം 9,98,000 എന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ദാ ഈ സാധനമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ച് പറയണം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി.
അപ്പോൾ ഇതൊന്ന് നമ്മുടെ മനസ്സിൽ ഇരുന്നോട്ടെ. നമ്മുടെ ഈ പറഞ്ഞ 2024 തന്നെ ഇതൊരു മൂന്നാമത്തെ തവണയാണ് ഈ സെയിം ചോദ്യം എന്നല്ല, വാല്യൂസ് ഒക്കെ മാറ്റി ഇതോടനുബന്ധിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയണ സർവ്വസമവാക്യം A² - B² ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. അപ്പം പ്രത്യേകം മനസ്സിലാക്കണം, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. A² - B² എന്ന് പറഞ്ഞാൽ A+B × A - B എന്നാണ് ചോദ്യം. ശരി, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2/1000 മൈനസ് 2/999 ഈക്വൽ ടു ഡാഷ് എന്നാണ്. ഒന്നുകൂടെ 2/1000 മൈനസ് 2/999 വാല്യൂ എത്രയാണ്? ഓക്കെ, വേറെ ഒന്നുമില്ല. നമുക്ക് ഇതിനെ ഇങ്ങനെ അങ്ങ് പറയാം. 2/1000 എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങ് മാറ്റി എഴുതും. അത് 2 × 2 × 2/999 ആണ് എന്ന് പറയും. ഇതിപ്പോ ഏത് രൂപത്തിലാണ്? A⁻m × A⁻n എന്നുള്ള രൂപമല്ലേ? 2/1 × 2/999 എന്നല്ലേ? അതായത് A⁻m+n എന്നാണ്. 1ഉം 999ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് തന്നെ കിട്ടും? 1000 തന്നെ കിട്ടും. അപ്പൊ ഒന്നുകൂടെ 2/1000 ഞാൻ പിരിച്ചെഴുതി 2/1 × 2/999 അല്ലെങ്കിൽ 2 × 2/999 മൈനസ് 2/999. ഈ രണ്ട് പദങ്ങളിൽ നിന്നും ഈ പദത്തിൽ നിന്നും എന്ത് കോമൺ ആയിട്ട് നമുക്ക് വെളിയിലെടുക്കാം? 2/999 വെളിയിൽ ചാടി. ഇനി ബാക്കിയുള്ളത് ആദ്യത്തേന്ന് 2/999 വെളിയിൽ ചാടിയ ബാക്കി ഇനി ഒരു 2 ഉണ്ട്. മൈനസ് രണ്ടാമത്തേന്ന് വെളിയിൽ ചാടിയ ഒന്നും ഇല്ലെന്നല്ല, അവിടെ ഇനി ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്. വീണ്ടും 2/999 × 2 - 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 × 2/999 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും 2/999. ഓപ്ഷൻ ഡി കിട്ടും 2/999. ഒന്നുകൂടെ പറഞ്ഞു വരാം. അപ്പൊ ഇതിനകത്ത് 2/1000 ഞാൻ ഇങ്ങനെ പിരിച്ചെഴുതും. 2 × 2 × 2/999. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വെറും 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/1 എന്നാണ്. 2/1 × 2/999 എന്ന് പറഞ്ഞാൽ A⁻m × A⁻n എന്നുള്ള രൂപമല്ലേ? A⁻m+n എന്ന് പറയാം. അതായത് 2/1ഉം 999ഉം കൂടെ ചേരുമ്പോൾ എന്ത് തന്നെ കിട്ടും? തിരിച്ച് 2/1000 തന്നെ കിട്ടും. മൈനസ് അപ്പുറത്ത് എന്തുണ്ട്? ഒരു 2/999 ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൽ നിന്നും എന്ത് പുറത്തെടുക്കാം? അല്ലേ, 2 പദം. ഇവിടെ ഒരു പദമുണ്ട്, ഇവിടെ ഒരു പദമുണ്ട്. ഈ 2 പദത്തിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കുന്ന എന്താണ്? ഒരു 2/999 വെളിയിൽ ചാടി. ഇനി ബാക്കിയുള്ളത് ഒരു 2 ഉണ്ട്, -1. വീണ്ടും 2/999 × 2 - 1 എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. നമുക്ക് കിട്ടും 2/999. ഓക്കെയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 2/999. അടുത്ത ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. 1/n + 2/n + 3/n + 4/n + എക്സെട്ര + n/n ഈക്വൽ ടു ഡാഷ് എന്നാണ്. ശരി, ചോദ്യം കണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാമേ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. 7/5 + 2/5 നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പ്രത്യേകത എന്താ? 2 ഭിന്നസംഖ്യയുടെയും ഛേദം ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ് അല്ലേ? 2ന്റെ ഡിനോമിനേറ്റർ എത്രയാണ്? ഛേദം എത്രയാണ്? 5 ആണ്. ഛേദങ്ങൾ തുല്യമായ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? അംശങ്ങൾ തമ്മിൽ കൂട്ടും, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടും. 7ഉം 2ഉം കൂടെ കൂട്ടി നമ്മൾ എന്ത് എഴുതും? 9 എഴുതും. സെയിം ഛേദം തന്നെ ഇട്ട് കൊടുക്കും. ഓക്കെ ആണോ? അപ്പോ ഡിനോമിനേറ്റർ സെയിം ആണോ? ആ സെയിം ഡിനോമിനേറ്റർ നമ്മൾ ഇട്ട് കൊടുക്കും. അംശങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യും? അങ്ങ് കൂട്ടി അങ്ങ് പറയും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഒരു എക്സാമ്പിളൂടെ പറയുകയാണെങ്കിൽ 1/3 + 4/3 + 2/3 എന്ത് ചെയ്യും? എല്ലാത്തിലും ഛേദം തുല്യമാണല്ലോ, എല്ലാത്തിലും ഛേദം 3 ആണ് എന്ന് പറഞ്ഞാൽ ആ ഛേദം സെയിം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും. അംശങ്ങളെല്ലാം കൂടെ കൂട്ടി പറയും. 1ഉം 4ഉം കൂടെ കൂട്ടി 5, 5ഉം 2ഉം കൂടെ കൂട്ടി 7. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 7/3 ആയിരിക്കും.
ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള റൂളാണ്. അപ്പോൾ ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുമ്പോൾ ഛേദങ്ങൾ തുല്യമാണോ, നമ്മൾ എന്ത് ചെയ്യുന്ന പരിപാടി എന്താണ്, സെയിം ഛേദം തന്നെ ഇട്ട് കൊടുക്കും, സെയിം ഡിനോമിനേറ്റർ തന്നെ ഇട്ട് കൊടുക്കും, മേളിലുള്ളവന്മാരെല്ലാം കൂടെ അങ്ങ് കൂട്ടി മേളിൽ എഴുതി കൊടുക്കും. ശരി, ആ പരിപാടിയാണ് നമുക്ക് ഇവിടെയും ചെയ്തു വരാം. നമ്മുടെ ഈ ചോദ്യത്തിലും ഛേദങ്ങളെല്ലാം തുല്യമല്ലേ, ഛേദങ്ങളെല്ലാം എല്ലാത്തിന്റെയും ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്താണ്, n ആണ് അല്ലെ, എല്ലാത്തിന്റെയും ഡിനോമിനേറ്ററിൽ കിടക്കുന്ന n ആണ്. ശരി, അപ്പൊ ഞാൻ ഡിനോമിനേറ്റർ n ആയിട്ട് അങ്ങ് സെറ്റ് ചെയ്തു. ഇനി മേളിൽ കിടക്കുന്ന എന്താണ്, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് ഏതുവരെയുണ്ട്, n വരെയുണ്ട്. അപ്പൊ ഒന്നും കൂടെ, ഇതിന്റെ എല്ലാത്തിന്റെയും ഛേദത്തിൽ n ഉണ്ട്. മേളുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെയാണ്. അത് ഏതുവരെ ഉണ്ട്, n വരെ ഉണ്ട്. ഇനി ഈ മേളിൽ എഴുതിയിരിക്കുന്ന അംശങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്രാ പ്ലസ് ഏതുവരെ ഉണ്ട്, n വരെ ഉണ്ട്. അതെന്താ സംഭവം, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ. അപ്പൊ ഒന്നും കൂടെ, 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുന്നത് എന്താണ്, എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് എല്ലാവർക്കും അറിയാം, n ഇൻറ്റു n പ്ലസ് 1, n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. കഴിഞ്ഞില്ല, ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്, ഒരു n കൂടെ ഉണ്ട് അല്ലെ, ഹോൾ ഡിവൈഡഡ് ബൈ n. ഈ n വെട്ടിപ്പോയി, നമ്മുടെ ആൻസർ കിട്ടി n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ ആ സെയിം ഡിനോമിനേറ്റർ തന്നെ ഇട്ട് കൊടുക്കണം, മേളുള്ളവന്മാരെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറയുമ്പോൾ ഈ സെയിം ഡിനോമിനേറ്റർ തന്നെ നമ്മൾ താഴെ ഇട്ട് കൊടുത്തു അല്ലെ, n തന്നെ താഴെ ഇട്ട് കൊടുത്തു, മേളുള്ളവന്മാരെല്ലാം കൂടെ കൂട്ടി എഴുതി. ഓക്കെ, ആ സെയിം ഡിനോമിനേറ്റർ തന്നെ ഞാൻ ഇവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേളുള്ളത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, അതെന്താണ്, n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ. ഇതിനകത്ത് ഈ n വെട്ടിപ്പോയി, ബാക്കിയുള്ളത് എന്താണ്, n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. നമ്മുടെ ഈ കൂട്ടത്തിലെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യം. അപ്പൊ ഒരു 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്, 3/4, 6/5, 9/8, 8/7. ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ആരോഹണക്രമം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ, ഒരു 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്, ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇവന്മാർ എന്ത് ചെയ്യണം, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക, അസെൻഡിങ് ഓർഡറിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ശരി, എങ്ങനെ എഴുതും, പല രീതി പറയാറുണ്ട്. ഈ പറഞ്ഞ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ കോമൺ ആയിട്ടൊരു മെത്തേഡ് പറയാണ്. ചെറുതും വലുതും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു കോമൺ ആയിട്ട് മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ശരി, ഇവിടെ നമ്മൾ ഇങ്ങനെ തന്നിട്ട്, നമ്മൾ കുറച്ച് മുന്നേക്കെ ഉള്ളെങ്കിൽ ഒരു വർഷത്തിന് മുമ്പേക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു 4 ഫ്രാക്ഷൻ തരും. അതിൽ നിന്ന് വലുത് ഏതാണ്, ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏത്, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം മുതലൊക്കെ ആണെങ്കിൽ ഒരു 1-1.5 വർഷം കൊണ്ട് നമ്മൾ സഹിക്കുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ഫ്രാക്ഷൻ തരും, ഇവന്മാരെന്ത് ചെയ്യണം, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ എന്താണ്, അവരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ വലുതിൽ നിന്ന് ചെറുത്, പല രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ചുകൂടെ എളുപ്പം എന്നൊക്കെ പറയാം വേണമെങ്കിൽ, കോമൺ മെത്തേഡാണ് ഈ പറയണ 3/4, 6/5, 9/8, 8/7 ഒക്കെ വലുത് ഏത് ചെറുത് ഏതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി, തന്നിട്ടുള്ള ന്യൂമറേറ്ററിന്റെ കൂടെ, ഇപ്പൊ നമ്മളിപ്പോ 3/4 എടുക്കുകയാണെങ്കിൽ തന്നിട്ടുള്ള ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിന്റെ കൂടെ 0 ചേർത്ത് പറയും. എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 30/4 എന്ന് എഴുതാം. അപ്പൊ ഒന്നും കൂടെ, തന്നിട്ടുള്ള എല്ലാ അംശത്തിന്റെ കൂടെയും 0 ചേർത്ത് പറയുക, ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ ഒന്നും കൂടെ, തന്നിട്ടുള്ള എല്ലാ അംശത്തിന്റെ കൂടെയും ന്യൂമറേറ്ററിന്റെ കൂടെയും 0 ചേർക്കുന്നു, ഡിവൈഡ് ചെയ്ത് അങ്ങ് പറയുന്നു. 30/4 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 30/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 7.5 എന്ന് പറഞ്ഞ് കിട്ടും. 7.5 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നോട്ടെ. ഇനി 6/5 എടുത്തു, 6/5 എടുത്തു. നമ്മൾ എന്ത് ചെയ്യണം, അംശത്തിന്റെ കൂടെ ന്യൂമറേറ്ററിന്റെ കൂടെ 0 ചേർത്ത് പറയും. അതായത് 60/5 എന്ന് പറയും. 60/5 എത്രയാണ്, 12 ആണ്. അവിടെ നിന്നോട്ടെ. ഇനി അടുത്ത് 9/8 എടുത്തു. 9/8 അംശത്തിന്റെ കൂടെ
0 ചേർത്ത് പറയും. നമുക്ക് പറയാം 90/8 എന്നാണ്. 90/8 എന്നാണ്. 90/8 എത്ര കിട്ടും? 90/8 ഞാനിവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം. 90/8 ചെയ്യുമ്പോൾ 90/8 ചെയ്യുമ്പോൾ 8 11 പ്രാവശ്യമുണ്ട്. അപ്പോൾ 88 എന്ന് കിട്ടും. ശിഷ്ടം 2 ആണ്. ഞാനിവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. 20-ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? 2 20-ൽ 8 2 പ്രാവശ്യം. അവിടെ നോട്ടെ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 11.2 എന്ന് പറഞ്ഞു കിട്ടി. വീണ്ടും അടുത്ത ആരാ? 8/7 ഉണ്ട്. 8/7 ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? അംശത്തിന്റെ കൂടെ 0 ഇട്ട് പറയുന്നു. അതായത് 80/7 എന്ന് കിട്ടി. 80/7 എന്ന് കിട്ടി. 80/7 ഡിവൈഡ് ചെയ്ത് നോക്കാം. 80 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 7 എത്ര പ്രാവശ്യമുണ്ട്? 11 പ്രാവശ്യമുണ്ട്. അപ്പോൾ എത്രയെന്ന് കിട്ടും? 77 എന്ന് കിട്ടും. ശിഷ്ടം 3 ആണ്. പോയിന്റ് ഇട്ട് കൊടുത്തു. 30-ൽ 7 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യമുണ്ട്. നമുക്ക് കിട്ടിയതോ 11.4. ശരി. എടാ ഇനി ഇത്രയേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ നമ്മൾ എല്ലാം കൂടെ ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? 7.5 അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 3/4. ഇനി ഈ 7.5നേക്കാളും കുറച്ചുകൂടെ വലുത് ഏതാ? 11/2 അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഏതായിരിക്കും? 9/8. ഞാൻ ഇവിടെ മാറ്റി എഴുതുകയാണെ. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 3/4. അതിനേക്കാളും ഇച്ചിരി കൂടെ വലുതെന്ന് പറഞ്ഞാൽ ഏതാണ്? 11.2 ആണ് വന്നത്. അതേതാണ്? 9/8 ആണ്. ഇതിനേക്കാളും ഇച്ചിരി കൂടെ വലുതെന്ന് പറഞ്ഞാൽ ഏതാണ്? 11.4. അത് ഏത് വന്നു? 8/7 വന്നു. അതിനേക്കാളും കുറച്ചുകൂടെ വലുത് അല്ലെങ്കിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏതാ? നമുക്ക് കിട്ടിയത് 12 ആണ്. അതേതായിരിക്കും? 6/5 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ 3/4, 9/8, 8/7, 6/5. നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഇനി ഇതിനകത്ത് വേറെ കുറേ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ തൽക്കാലം അത് പറയുന്നില്ല. അത് കാരണം നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ന്യൂമറേറ്റർ വലുത്, അങ്ങനെ ഡിനോമിനേറ്റർ ചെറുത്, അല്ലെങ്കിൽ ഇവന്മാർ തമ്മിലുള്ള വ്യത്യാസം ഒന്നായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ തൽക്കാലം അത് പറയുന്നില്ല. ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞത്. വലുത് ഏത് ചെറുത് ഏതെന്ന് കണ്ടുപിടിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ന്യൂമറേറ്ററിന്റെ കൂടെ 0 ഇട്ട് അങ്ങ് പറയുക. രണ്ടിടവും 0 ഇടരുതേ. ന്യൂമറേറ്ററിന്റെ കൂടെ അല്ലെങ്കിൽ അംശത്തിൽ മാത്രം 0 ഇട്ട് പറയുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറുകൾ എടുക്കുക. ആൻസറുകൾ തമ്മിൽ അങ്ങ് കമ്പയർ ചെയ്താൽ മതി. ഏറ്റവും ചെറിയ ആൻസർ ഏറ്റവും ചെറുതായിരിക്കും. ഏറ്റവും വലിയ ആൻസർ എന്തായിരിക്കും? ഏറ്റവും വലിയ ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നടന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ PSC നടത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറിൽ നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറേ അധികം നല്ല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. പ്രത്യേകിച്ച് ഞാൻ ആ പറഞ്ഞ പാരലൽ ലൈൻസിന്റെ സമാന്തര രേഖകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ ചോദ്യം അത്യാവശ്യം നല്ല ചോദ്യമാണ്. അതിനകത്തൊന്നുമില്ല എങ്കിലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദിവസവും ഡെയിലി മാത്സ് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം ചെയ്യുമോ അത്രത്തോളം നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അത്രത്തോളം നമുക്ക് എളുപ്പത്തിന് ഓരോ ക്വസ്റ്റ്യൻസിന് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.